കശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിലൂടെ യഥാർത്ഥ ഇസ്ലാം എന്താണെന്ന് ഒരുപക്ഷെ ലോകം തിരിച്ചറിയുകയാണ്. ഒരു വശത്ത് സ്വയം മുസ്ലിമീങ്ങളാണെന്ന് അവകാശപ്പെടുന്ന പാകിസ്ഥാനിലെ ആ ഒരു ഭീകരവാദികൾ അവർ മതം ചികഞ്ഞ് നിരപരാധികളായ മനുഷ്യരെ കൊലപ്പെടുത്തുമ്പോൾ, മറുവശത്ത് കശ്മീരിലെ മുസ്ലിമീങ്ങൾ, യഥാർത്ഥ മുസ്ലിമീങ്ങൾ, ഇസ്ലാം എന്താണെന്ന് തിരിച്ചറിഞ്ഞവർ, അവർ മതം നോക്കാതെ മനുഷ്യരെ ചേർത്ത് പിടിച്ച മനോഹരമായ കാഴ്ചയാണ് ലോകം കണ്ടത്. ഒരു വശത്ത് മുസ്ലിമാണെന്ന് സ്വയം അവകാശപ്പെട്ടുകൊണ്ട് ഇസ്ലാമിനെ മറ്റുള്ളവർക്ക് മുമ്പിൽ തെറ്റിദ്ധരിപ്പിക്കാൻ ചില വർഗീയവാദികൾ രംഗത്ത് വരുമ്പോൾ, മറുവശത്ത് യഥാർത്ഥ മുസ്ലിമും ഇസ്ലാമും എന്താണെന്ന് ഈ പഹൽഗാം ഭീകരാക്രമണത്തിലൂടെ മനുഷ്യർ തിരിച്ചറിയുകയാണ്. ആ ഒരു പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുവരുന്ന ഓരോ വാർത്തകളും യഥാർത്ഥ ഇസ്ലാം എന്താണെന്ന് ഒരുപക്ഷെ ലോകത്തിന് പഠിപ്പിക്കുകയാണ്. ഈ ഒരു ആക്രമണം ചെയ്തവന്മാർ ആരായിരുന്നാലും ശരി, ഒരുത്തിനെയും വെറുതെ വിടാൻ പാടില്ല. എല്ലാവരെയും എണ്ണി തീർക്കേണ്ടതുണ്ട്. കാരണം അവർ കൊന്നുകളഞ്ഞത് നിരപരാധികളായ മനുഷ്യരെയാണ്. നോക്കൂ, ആ ഒരു ഭീകരാക്രമണത്തിൽ ഭർത്താവിനെയൊക്കെ നഷ്ടപ്പെട്ട് ഭയന്ന് വിറച്ച് എന്തു ചെയ്യണമെന്നറിയാറുന്ന ആ ഓരോ സഹോദരിമാർക്കും താങ്ങാൻ നിന്നത്, അവർക്ക് വേണ്ട എല്ലാവിധ സപ്പോർട്ടുകളും സഹായങ്ങളും ചെയ്തു കൊടുത്തത് കശ്മീരിലെ മുസ്ലിം യുവാക്കളായിരുന്നു. നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, നിങ്ങൾക്കൊപ്പം ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ചേർത്തു പിടിച്ചത് ആ കശ്മീരിലെ മുസ്ലിം സഹോദരങ്ങളായിരുന്നു. ഭീകരവാദികളുടെ ആ ഒരു ആക്രമണത്തിൽ എല്ലാവരും ഇങ്ങനെ ഭയന്നു വിറച്ചു നിൽക്കുമ്പോൾ, ഒരു തെല്ല് ഭയം പോലും ഇല്ലാതെ നെഞ്ചുറപ്പോടുകൂടി ഒരു തീവ്രവാദിക്ക് മേൽ ചാടി വീണ അവസാനം വെടിയുണ്ട നെഞ്ചിലേക്ക് കയറി മരണപ്പെട്ടു പോയത് ഒരു മുസ്ലിം സഹോദരനായിരുന്നു. ആദിൽ മുഹമ്മദ് ഷാ എന്ന് പറയുന്ന കശ്മീരിലെ ഒരു യുവാവ്. അവനും ഒരു മുസ്ലിമായിരുന്നു. ഭീകരാക്രമണത്തിൽ ഭർത്താവ് മരണപ്പെട്ടു പോയി ഭയപ്പെട്ടു നിന്ന പല്ലവി എന്ന് പറയുന്ന ആ സഹോദരിയെ രക്ഷപ്പെടുത്തിയതും അതോടൊപ്പം അവർക്ക് വേണ്ട എല്ലാവിധ സഹായങ്ങൾ ചെയ്തു കൊടുത്തതും 3 കശ്മീർ യുവാക്കളായിരുന്നുവെന്ന് അവർ പിന്നീട് പറഞ്ഞു വെക്കുന്നുണ്ട്. ബിസ്മില്ല ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പല്ലവി എന്ന് പറയുന്ന ആ ഒരു സഹോദരിക്ക് വേണ്ടി എല്ലാവിധ സഹായങ്ങളും ആ യുവാക്കൾ ചെയ്തു കൊടുത്തു. ആ 3 പേരും എൻ്റെ സഹോദരങ്ങളാണ് എന്നാണ് പല്ലവി എന്ന് പറയുന്ന ആ സഹോദരി പിന്നീട് പറഞ്ഞു വെച്ചത്. ഇവിടെ ഹിന്ദുവും മുസ്ലിമും ക്രൈസ്തവനും അങ്ങനെ വേർതിരിവില്ലാതെ ഞങ്ങളെല്ലാവരും ഒരൊറ്റ ജനതയാണെന്നും ഞങ്ങളെല്ലാവരും ഇന്ത്യക്കാരാണ് എന്നുമുള്ള മുദ്രാവാക്യങ്ങളായിരുന്നു കശ്മീർ ജനത അവിടെയുള്ള പ്രതിഷേധങ്ങളിൽ അവർ ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യം. ഞങ്ങളെല്ലാവരും ഇന്ത്യക്കാരാണ്, ഇവിടെ മതത്തിൻ്റെ വേർതിരിവുകളില്ല, ഇവിടെ എല്ലാവർക്കും സമാധാനത്തോടുകൂടി ജീവിക്കേണ്ടതുണ്ട് എന്നുള്ള ആ മുദ്രാവാക്യങ്ങൾ അവർ ഉയർത്തിപ്പിടിച്ചു. വാഹനത്തിൽ ഭയന്നു വിറച്ചു വരുന്ന ഓരോ ജനതയ്ക്കും മരം നോക്കാതെ അവർക്ക് താങ്ങും തണലുമായി നിൽക്കുകയും അവർക്ക് കഴിക്കാനും ഭക്ഷണവും വെള്ളവും ഒക്കെ കൊടുക്കുകയും, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് എല്ലാവിധ സപ്പോർട്ടും ചെയ്തു കൊടുത്തുകൊണ്ട് അവർക്ക് ആശ്വാസമേകിയത് കശ്മീരിയിലെ ഓരോ മുസ്ലിം സഹോദരങ്ങളായിരുന്നു. പാകിസ്ഥാനിലെ വിവരം കെട്ട നരാധന്മാരായ ഭീരുക്കളായ തീവ്രവാദികൾ നിരപരാധികളായ മനുഷ്യരെ കൊലപ്പെടുത്തുമ്പോൾ അവൻ മുസ്ലിമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തുള്ള സകല മുസ്ലിമീങ്ങളെയും ഇസ്ലാമിനെയും സമൂഹ മാധ്യമങ്ങളിലൂടെ ചില വർഗീയവാദികൾ നിരന്തരമായി കളിയാക്കുന്നുണ്ട്. സകല മുസ്ലിമീങ്ങളെയും തീവ്രവാദികളാക്കാൻ അത്തരം വർഗീയവാദികൾ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ യഥാർത്ഥ ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന ഒരു മുസൽമാനും ഇത്തരത്തിൽ മറ്റുള്ള മനുഷ്യരെ കൊലപ്പെടുത്താൻ കഴിയില്ല. അതുതന്നെയാണ് കശ്മീരിലെ ഓരോ മുസ്ലിം ജനതയും ലോകത്തിന് കാഴ്ചവെക്കുന്നത്. നോക്കൂ, പഹൽഗാം ഭീകരാക്രമണത്തിൽ ഒരു മലയാളി മരണപ്പെട്ടു. കൊച്ചി സ്വദേശിയായ രാമചന്ദ്രൻ എന്ന് പറയുന്ന ഒരു സഹോദരനായിരുന്നു. ആരതി എന്ന് പറയുന്ന തൻ്റെ മകളുടെ മുന്നിൽ വെച്ചുകൊണ്ടായിരുന്നു തൻ്റെ അച്ഛനെ ആ തീവ്രവാദികൾ കൊലപ്പെടുത്തിയത്. ആരതി എന്ന് പറയുന്ന ആ സഹോദരി മാധ്യമങ്ങളോട് പറഞ്ഞ ചില കാര്യങ്ങളിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. മുസ്ലിമീങ്ങളെ തീവ്രവാദികളാണെന്നും വർഗീയവാദികളാണെന്നും പറഞ്ഞു നടക്കുന്ന സകല ഇസ്ലാമിക വിരോധികളും കണ്ണു തുറന്ന് കാണേണ്ട, ചെവി കൊടുത്ത് കേൾക്കേണ്ട മനോഹരമായ കാര്യങ്ങളായിരുന്നു ആ സഹോദരി പറഞ്ഞു വച്ചത്. അപ്പം അങ്ങനെ അവിടെ എത്തുമ്പോൾ ഹിൽട്ടൺ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ മുമ്പിൽ ഞാൻ അമ്മയെ വെയിറ്റ് ചെയ്തിരുന്നപ്പോൾ ഡ്രൈവർ കാർ അവിടെയായിരുന്നു പാർക്ക് ചെയ്തിരുന്നത്. അങ്ങനെയാണ് ഞാൻ ആ ഹിൽട്ടണിൽ അവർ നമുക്ക് ലോബിയിൽ ഇരുത്തി. പിന്നെ ഞാൻ ഇതിനു വേണ്ടി പുറത്ത് നടക്കുമായിരുന്നു. പല കോൾസും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി ടെററിസ്റ്റ് അങ്ങനെ ഓരോന്നൊക്കെ ആയിട്ട് നടക്കുമായിരുന്നു. അപ്പം പിന്നെ അവർ റൂം അമ്മയ്ക്കൊക്കെ കൊടുത്ത് അതിന് പേയ്മെൻറ്റോ ഒന്നുമില്ല. എൻ്റെ കൂടെ ആ പാവം മുസാഫിർ എന്ന് പറഞ്ഞ ഡ്രൈവർ, കശ്മീരി ഡ്രൈവർ ആൻഡ് അനദർ ഡ്രൈവർ മിസ്റ്റർ സമീർ, അവർ 2 പേരും എൻ്റെ അനിയനും ചേട്ടനും കൊണ്ട് നടക്കണ പോലെ എന്നെ മോർച്ചറി കൊണ്ടുപോകാനും ഐഡൻറ്റിഫിക്കേഷനും രാത്രി 3 മണിവരെ ഞാൻ മോർച്ചറിയുടെ മുമ്പിലായിരുന്നു. അപ്പം ഇപ്പം ആവില്ല എന്ന് പറഞ്ഞ് പിന്നെ പോയി ഹോട്ടലിൽ പോയി രാവിലെ 6 മണിക്ക് തിരിച്ചു വന്നു. അതിനൊക്കെ ഇയാളിങ്ങനെ ഒരു അനിയത്തിയെപ്പോലെ കൂടെ നടന്ന്. ഞാൻ പറയുകയാണെങ്കിൽ കശ്മീരിൽ പോയി എനിക്ക് 2 ബ്രദേഴ്സിനെ കിട്ടിയെന്നാണ് ഞാൻ ഇന്നലെ അവരോട് എയർപോർട്ടിൽ വെച്ച് ബൈ പറഞ്ഞപ്പോൾ
പറഞ്ഞ അല്ല അവരെ രക്ഷിക്കട്ടെ എന്നും പറഞ്ഞു ഞാൻ. അപ്പോൾ അവരെന്നോട് കേട്ടില്ലേ ആരതി എന്ന് പറയുന്ന ആ സഹോദരിയുടെ വാക്കുകൾ. അവിടെ ഉണ്ടായിരുന്ന മുസാഫറും സമീറും എന്ന് പറയുന്ന കശ്മീരിലെ 2 മുസ്ലിം യുവാക്കൾ, അവർ തൻ്റെ സ്വന്തം പെങ്ങളെ പോലെ ആ സഹോദരിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പാതിരാത്രിയാണെന്ന് പോലും നോക്കാതെ ആ സഹോദരിക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുത്തു. ഈ സകല വർഗീയവാദികളും പറയുന്നത് പോലെ ഇസ്ലാം തീവ്രവാദത്തിൻ്റെ മതമാണെങ്കിൽ അന്യമനസ്സരെ കണ്ടുകഴിഞ്ഞാൽ കണ്ടിടത്ത് വെച്ച് കൊല്ലണമെന്ന് പഠിപ്പിക്കുന്ന ആ ഒരു മരത്തിൽ വിശ്വസിക്കുന്ന ആളുകളായിരുന്നുവെങ്കിൽ അങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടിയിരുന്നത്. ഇസ്ലാം പഠിപ്പിക്കുന്നത് തീവ്രവാദമല്ല, മനുഷ്യരെ പോലെ കാണണമെന്നും അവരെ മതത്തിൻ്റെ പേരിൽ അകറ്റി നിർത്താതെ മറ്റുള്ള മതസ്ഥരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യണമെന്നുള്ള ആ ഒരു മനോഹരമായ പാഠമാണ് ഇസ്ലാം നൽകുന്നത്. ആ ഒരു ഇസ്ലാമിൽ വിശ്വസിക്കുന്ന മുസ്ലിം സഹോദരങ്ങൾക്ക് ഒരിക്കലും മറ്റുള്ള മതസ്ഥരെ അകറ്റി നിർത്താൻ കഴിയില്ല. ആ ഇസ്ലാമിൻ്റെ മനോഹാരിത തന്നെയാണ് കശ്മീരിലെ മുസ്ലിം സഹോദരങ്ങളിൽ നിന്നും ഉണ്ടായത്. എന്നിട്ട് അവസാനം ആ സഹോദരി പറഞ്ഞു വെക്കുന്നൊരു കാര്യമുണ്ട്, നിങ്ങളെ അള്ളാഹു രക്ഷിക്കട്ടെ എന്ന്. ഇത്തരമൊരു കാര്യം ആ സഹോദരി പറഞ്ഞതിന് തൊട്ടു പിന്നാലെ ഈ ആരതി എന്ന് പറയുന്ന സഹോദരിക്ക് നേരെ സമൂഹ മാധ്യമങ്ങളിൽ കൂടി വർഗീയവാദികൾ വലിയ രീതിയിലുള്ള ഒരു സൈബർ അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛനെ കൊന്നിട്ടും അവരെ ന്യായീകരിക്കുന്നു എന്നുള്ള വിദ്വേഷ കമൻറ്റുകളാണ് ഈ സഹോദരിക്ക് നേരെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നോക്ക്, അത്രത്തോളം വർഗീയത ഇത്തരം വർഗീയവാദികളുടെ മനസ്സിൽ അടിഞ്ഞുകൂടി കിടക്കുകയാണ്. നോക്കൂ, പാകിസ്ഥാനിൽ നിന്നും വന്ന ആ ഭീകരവാദികൾക്ക് ഈ ഒരു ആക്രമണത്തിന് പിന്നിൽ കൃത്യമായ അജണ്ടയുണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. നീ ഒരു ഹിന്ദുവാണോ മുസൽമാനാണോ എന്ന് പ്രത്യേകം ചോദിച്ചെടുത്തുകൊണ്ട് അവരെ കൊലപ്പെടുത്തുമ്പോൾ നമ്മുടെ ഇന്ത്യ രാജ്യത്തെ ഹൈന്ദവ സഹോദരങ്ങളുടെ മനസ്സുകളിൽ മറ്റുള്ള മുസ്ലിം സഹോദരങ്ങളോട് വെറുപ്പും വിദ്വേഷവും ഉണ്ടാകണമെന്നുള്ള കൃത്യമായ ഒരു അജണ്ട ഈ ഒരു പഹൽഗാം ഭീകരാക്രമണത്തിൽ പ്രവർത്തിച്ച തീവ്രവാദികൾക്ക് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. പക്ഷേ അത് തിരിച്ചറിയാതെ, അത് മനസ്സിലാക്കാനുള്ള വിവേകം പോലുമില്ലാതെ ചില വർഗീയവാദികൾ ആ തീവ്രവാദികൾ എന്താണോ ഉദ്ദേശിച്ചത് അത് കൃത്യമായി ഇന്ത്യയെ നടപ്പിലാക്കുന്നതിന് പ്രവണതയാണ് കാഴ്ചവെക്കുന്നത്. അതുതന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ചില വർഗീയവാദികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതല്ല വേണ്ടത്. നേരെ മറിച്ച് മുസൽമാനെന്നോ ക്രൈസ്തവനെന്നോ ഹൈന്ദവനെന്നോ എന്ന് വേർതിരിവില്ലാതെ നമ്മുടെ രാജ്യത്തിൻ്റെ ഈ ഒരു ഭീകര പ്രവർത്തനത്തിനെതിരെ നമ്മളെല്ലാവരും ശക്തമായി ഒരുമിച്ച് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്നുള്ളതാണ് നാം എല്ലാവരും ചിന്തിക്കേണ്ട വിഷയം. ഈ സമയത്ത് മതം പറഞ്ഞ് പരസ്പരം തമ്മിലടിക്കാതെ, മാറി നിൽക്കാതെ എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി ഈ ഒരു ഭീകരവാദത്തിനെതിരെ പ്രതികരിക്കേണ്ടതുണ്ട്. നോക്കൂ, ഈ ഒരു ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്ന പ്രതികരണത്തിൽ ഏറ്റവും മികച്ച ഒരു പ്രതികരണമായിരുന്നു മേജർ രവിയുടേത്. So that means there is a hidden agenda of creating communal violence in this country. That's the best way to ഈ രാജ്യത്തിൻ്റെ സമാധാനം തകർക്കാനുള്ള ഏറ്റവും വലിയ ഒരു കളി എന്ന് പറഞ്ഞാൽ ഹിന്ദു മുസ്ലിം റൈറ്റ്സ് ഉണ്ടാക്കുക. അതിനകത്ത് വരുന്ന ഭീകരാവസ്ഥ എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയില്ല. അപ്പോൾ അതാണ് ആക്ച്വൽ ഭീകരവാദം. അതാണ് അവരവിടെ കാശ്മീരിൽ നിന്ന് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അവരെടുത്തിട്ടുള്ള അജണ്ടയുടെ ലാംഗ്വേജ് ആയിട്ടാണ് എനിക്കത് തോന്നുന്നത്. ഹിന്ദു ആണോ മുസ്ലിം ആണോ എന്ന് ചോദിച്ചുകൊണ്ടുള്ള വെടിവെപ്പ്. അല്ലെങ്കിൽ അവർക്ക് അവിടെ ടെററിസ്റ്റുകൾ ഈ ടൂറിസ്റ്റുകളെ മാത്രം വെടിവെക്കാന്ന് പറഞ്ഞാൽ എന്തിനതൊക്കെ ചോദിക്കുന്നത്? നേരെ വന്നങ്ങ് വെടിവെച്ചാൽ പോരെ. സോ വൈ ദേ ഡിഡ് ഇറ്റ്? ഇത് നമ്മൾ കാണുന്ന ഓരോരോ വ്യക്തികളും മനസ്സിലാക്കുക. കാരണം നമ്മൾക്കുള്ളിൽ സ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അജണ്ട അത് വേറൊരു രീതിയിലാണ് വന്നിരിക്കുന്നത്. ഇതുപോലുള്ള അറ്റാക്കുകൾ വന്നു കഴിഞ്ഞാൽ നമ്മളതിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിക്കഴിഞ്ഞ് കത്തിമടാളുമായിട്ട് വെളിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ രാജ്യം വേറൊരു ലെവലിലേക്ക് പോകും. അതുണ്ടാവാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ജാതി മത ഭേദമന്യേ അവിടെ ഉണ്ടായിരിക്കുന്ന ശത്രുവിൻ്റെ ഒരു അറ്റാക്കാണ്. അതിൽ മരിച്ചിരിക്കുന്ന 28-29 പേരെന്ന് പറയുന്നത് അത് എൻ്റെ സഹോദരനാണ്, എൻ്റെ സഹോദരിയാണ്, പേര് ഞാൻ ചോദിക്കില്ല എന്നുള്ളതായിരിക്കണം നിങ്ങൾ ഓരോരുത്തരെയും മനസ്സിനകത്തുണ്ടാവേണ്ടത്. അപ്പം ഇതുപോലുള്ള അവരുടേതായിട്ടുള്ള ആ ശ്രമങ്ങളെ നമ്മൾ എങ്ങനെയാലും തട്ടിത്തെറിപ്പിക്കണം. അത് തെറിപ്പിക്കണമെങ്കിൽ നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം. അപ്പോൾ മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ. ദിസ് വാസ് എൻ അറ്റാക്ക് ഓൺ ദ ഇന്ത്യൻസ്, നോട്ട് ഓൺ ദ ഹിന്ദുസ് ഓർ മുസ്ലിംസ് ഓർ ക്രിസ്ത്യൻസ്. ഇറ്റ് ഈസ് എ അറ്റാക്ക് ഓൺ ഇന്ത്യൻസ്. ആ ഇന്ത്യൻസിനോടുള്ള അറ്റാക്ക് നമ്മൾ നിർത്തണമെങ്കിൽ വി ഷുഡ് അണ്ടർസ്റ്റാൻഡ്. ആൻഡ് നമ്മളതിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോയി വീഴരുത്. പ്ലീസ്, ഇറ്റ്സ് എ റിക്വസ്റ്റ്. അദ്ദേഹവുമായി നമുക്ക് പല വിഷയങ്ങളിൽ, രാഷ്ട്രീയമായിട്ടും മറ്റും വിഷയങ്ങളിലുമൊക്കെ ചിലപ്പോൾ യോജിപ്പുകളും വിയോജിപ്പുകളും ഉണ്ടാകാം. പക്ഷേ ഈ ഒരു വിഷയത്തിൽ അദ്ദേഹം ഒരു പട്ടാളക്കാരൻ എന്ന നിലയിൽ അദ്ദേഹം പ്രതികരിച്ചത് വളരെയധികം മനോഹരമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഒരു വാക്കുകളെ പ്രശംസിച്ചുകൊണ്ട്, അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിരവധി ആളുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ കൂടി രംഗത്ത് വരുന്നത്. ഒരു യഥാർത്ഥ പട്ടാളക്കാരൻ ആരാണ് എന്നുള്ളത് അദ്ദേഹം വ്യക്തമായി അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളിലൂടെ അദ്ദേഹം തെളിയിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞതുപോലെ ഹൈന്ദവനും മുസൽമാനും ക്രൈസ്തവനെന്നും വേർതിരിവില്ലാതെ നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ് എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടി, നെഞ്ചുറപ്പോടുകൂടി നമുക്ക് ഈ ഒരു ഭീകരവാദത്തെ നമുക്ക് നേരിടാം.